ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. 5 മണിക്ക് എണീറ്റ് കുളിച്ച് ഞാൻ വിളക്ക് കൊളുത്തിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ നേരം വെളുക്കാറുണ്ട്. അതായത് ഇപ്പോൾ വൈകിട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് വൈകിയാണ് രാത്രി ആവുന്നത്. അതുപോലെ നേരത്തെ തന്നെ ഒരു 5 മണി 5:30 ആകുമ്പോൾ തന്നെ ഒന്നുകൂടിയൊക്കെ പെട്ടെന്ന് നേരം വെളുത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കുളിച്ചതിന് ശേഷം വിളക്ക് കൊളുത്തിയതിന് ശേഷം അടുക്കളയ്ക്ക് പോയിട്ട് ചായയും പിന്നെ ചുക്കുവെള്ളത്തിനുള്ള വെള്ളവും ഗ്യാസിൽ വെക്കാറാണ് പതിവ് കേട്ടോ. അതിന് ശേഷം ഞാൻ ചോറിന് വെക്കാനുള്ള വെള്ളം അടുപ്പിൽ വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ ഇന്ന് എന്തായാലും സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയും സാമ്പാറും മതിയെന്ന് ചോദിച്ചപ്പോൾ രാജുവേട്ടന് ചപ്പാത്തിക്കൊന്നും അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടും അങ്ങനെ മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കണില്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. അല്ലാതെ ചപ്പാത്തി പൊതുവെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ ആണെങ്കിലോ പച്ചരി വെള്ളത്തിലിടാൻ മറന്ന് ദോശയ്ക്ക് കൂട്ടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് കറി സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചതെന്നാണ് നമ്മൾ ചപ്പാത്തിക്കുള്ള ഞാൻ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തി കുഴയ്ക്കാറ്. ചിലർ പച്ചവെള്ളത്തിന് കുഴയ്ക്കുന്നവരുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കാറ് കേട്ടോ. പിന്നെ കുഴച്ചതിന് ശേഷം പിന്നെയും ചായക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാറാണ് പതിവ്. പിന്നെ അതിന് ശേഷം ഞാൻ എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ എണീറ്റ ഉടനെ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട്. അത് എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഏകദേശം എല്ലാവരും ചെയ്യണൊരു എന്താ പറയുക മോർണിംഗ് റൊട്ടീൻ തന്നെയാണത്. കാരണം നമ്മൾ എണീറ്റ ഉടനെ കുറച്ച് വെള്ളം കുടിക്കുന്നത് പതിവാക്കുന്നത് നല്ലതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ചായ ആയാലും കുറച്ച് ചൂടാറാൻ വെക്കും കേട്ടോ. എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യുന്ന ഇടയിൽ കുറച്ചിച്ച കുടിക്കുന്ന ഒരു പതിവുണ്ട്. ആദ്യം നല്ലോണം കുടിച്ചിരുന്നു. ഇപ്പോൾ കുറച്ചിട്ട് ഇടയ്ക്ക് കുറച്ചിച്ച കുടിക്കാറുണ്ട് കേട്ടോ. ഞാനിന്ന് എന്തായാലും സാമ്പാർ വെക്കാൻ തന്നെ കേട്ടോ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് സാമ്പാർ രണ്ടിക്കും അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിന് ചോദിച്ചത്. അപ്പോൾ തേങ്ങ ഞാൻ താഴത്ത് ഞങ്ങൾ എടുത്തിട്ടുള്ള ചേച്ചീൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജിലല്ല, അപ്പോൾ താഴത്താണ് കൊണ്ടുവയ്ക്കാറ്. അപ്പോൾ തേങ്ങയും റിച്ചോട്ടിനുള്ള പാലും പിന്നെ പോരുന്ന വഴിക്ക് കുറച്ച് കറിവേപ്പിലയും എടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ. അത് കൊടുന്നിട്ട് ഇനി മുട്ട പുഴുങ്ങാൻ കുക്കറിൽ വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ഉള്ളിയും തക്കാളിയും കുക്കറിൽ വാട്ടിയിട്ട് അതിലൊരു പാത്രത്തിൽ മുട്ട വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ഒരു 3 വിസിൽ, 2 വിസിലൊക്കെ ആകും എങ്കിലും പോലും 3 വിസിൽ വരെ ഇതാക്കിയിട്ട് അങ്ങനെ തന്നെ വെക്കാറാണ് കേട്ടോ പതിവ്. ഇത് ഉള്ളി വാട്ടി വെക്കുകയല്ല കേട്ടോ, ഞാൻ പറഞ്ഞിടത്ത് പേച്ചതാണ്. ഉള്ളിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാല ഇടും. ഒക്കെ ഇട്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ ചതച്ചിടുന്നതും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ തക്കാളിയൊക്കെ മുറിച്ചിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഇട്ട് വഴറ്റി നമ്മൾ സാധാരണ അടുപ്പിൽ വെക്കുന്ന മാതിരി ആക്കൊന്നും വേണ്ട. കാരണം നമ്മൾ കുക്കറിൽ ഒന്ന് വിസിൽ വരുന്നവരെ ഇതാക്കണുണ്ടല്ലോ. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മുട്ട അതിലേക്ക് വെച്ചിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഉപയോഗിക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ അടുപ്പിൽ വെച്ച വെള്ളം ഒന്ന് തിളച്ചപ്പോൾ നമ്മൾ അരി ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും റിച്ചിട്ടിന് നീണിയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ കുട്ടികൾക്കും അവർക്കതായിട്ടുള്ള ചുട്ടിയും കാര്യങ്ങളും കൊണ്ടുനടക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ അവനെ എണീറ്റ ഉടനെ തന്നെ ഞാൻ അവന് പല്ലും മുഖമൊക്കെ കഴുകിയിട്ട് കൊണ്ടുവരാം കേട്ടോ പതിവ്. അപ്പോൾ ഈ സംഭവം ഈ നേരത്തെ എണീക്കാറൊന്നുമില്ല. ഇന്നിപ്പോൾ എൻ്റെ നാവ് നേരത്തെ എണീറ്റിട്ടുണ്ട്. അവനെ ഒന്ന് എണീറ്റ ഉടനെ അവനെ അച്ഛനായിട്ടൊന്നും സെറ്റ് ആവില്ല. അപ്പോൾ അതുവരെ എൻ്റെ അടുത്ത് തന്നെ ഇരുത്താറാണ് കേട്ടോ പതിവ്. അപ്പോൾ നമ്മളിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുക. സാധാരണ അവന് എണീറ്റാൽ ആ നേരത്ത് ഞാൻ അപ്പോൾ അല്ലെങ്കിൽ ദോശയൊക്കെ ചൂടുകയാണെങ്കിൽ അത് ചൂടോടൊക്കെ കഴിക്കാറാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തി ആക്കും പോലെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ റസ്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കും കേട്ടോ മോനും. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ടാണ് ചപ്പാത്തിയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് നോക്കിയത് കേട്ടോ. അച്ഛനെ പോയിട്ട് ഏട്ടൻ്റെ പൊട്ടിക്ക് പോലീസിനെ വിളിക്കണോ? എന്തേ കാട്ടി കാട്ടി റിച്ചുടനെ വെച്ചാൽ റിച്ചുടനും അച്ഛനും എന്തിനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ പരാതി ഇങ്ങനെ വന്ന് പറയട്ടും. അവന് ഏറ്റവും ഇതെന്ന് പറയുന്നത് എന്തെങ്കിലും അവനോട് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് പറയണതാണ് അവന് പോലീസിനെ വിളിക്കും, ടെറ്റെ പൊട്ടിക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് അച്ഛനെ ടെറ്റെ പൊട്ടിക്കണം, പോലീസിനെ വിളിക്കണം എന്ന് എന്നോട് വന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ചപ്പാത്തി നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താഴത്തുനിന്ന് കുറച്ച് കറിവേപ്പില കൊടുന്നു പറഞ്ഞല്ലോ, അത് നമ്മൾ ഒരു ഡപ്പയിൽ ആക്കി വെക്കാം കേട്ടോ. കറിവേപ്പിലയും ചെളിയും കാര്യങ്ങളൊന്നുമില്ല, കാരണം കുറച്ച് ഉയരത്തിലുള്ള മരമാണ്. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ, അപ്പോൾ നല്ല വൃത്തിയിലുള്ള ഇലകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡപ്പയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടി വണ്ടി ഓഫ് ആയിക്കാം.
മേടിച്ചാ അമ്മയ്ക്ക് ഇവിടെ പണിയുണ്ടേ. റിച്ചുട്ടൻ വന്ന് പറയണത് അച്ഛൻ്റെ ഫോൺ മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. കാരണം അവൻ്റെ മുന്നിൽ നിന്ന് ഫോണിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ അച്ഛൻ ഫോൺ വെക്കേ, അല്ലെങ്കിൽ എന്താ പറയുക, ഫോൺ ഇട്ടണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടിക്ക് മേടിച്ച് കൊടുക്കണം. അപ്പോൾ എന്നോടിപ്പോൾ പറയണത് കുട്ടിക്ക് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ചായം കടിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി ഞാൻ കുറച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സാമ്പാർ വെക്കണമെന്ന്. അപ്പോൾ നമുക്ക് സാമ്പാറിനുള്ള കഷ്ണം കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തേങ്ങ അരച്ചിട്ട് വെക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ കഷ്ണങ്ങളൊന്നുമില്ല, എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സാമ്പാറും പിന്നെ കൈപ്പയ്ക്ക കൊണ്ട് കൊണ്ടാട്ടം വേണ്ടി മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഇതാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് മുറ്റടിക്കാനാണ് കേട്ടോ. മുറ്റത്തിൽ വല്ലാതെ ചപ്പും ചവറുമില്ല. ഞാൻ അധികം വൈകുന്നേരം അടിച്ചു വരാറുണ്ട്. മഴ ഇല്ലെങ്കിൽ അധികം വൈകുന്നേരം തന്നെ അടിച്ചു വരുന്നു. അപ്പോൾ വല്ലാതെ ഒന്നും ചപ്പുണ്ടാവാറില്ല. പിന്നെ നമ്മൾ ഈ മുരിങ്ങിൻ്റെ ചോട്ടിൽ കുറച്ച് ചെറുതായിട്ട് മാത്രമേ ചാടിക്കിടക്കുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് തൂത്ത് വരാമെന്ന് വിചാരിച്ചിട്ടോ. രമേൻ്റെ അടുത്തേക്ക് കിടക്കുക. എടുത്തു മയിലമ്മ. മയിലമ്മ ആഴ്ചക്ക് വിളിക്കേ പോയോ? ഇപ്പം നമ്മൾ കണ്ടത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ബാക്ക് വശത്ത് ഇപ്പോൾ അവിടുത്തെ കാടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എപ്പോഴും ആദ്യം തന്നെ മയിൽ എപ്പോഴും വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും കൂടിയും നമുക്ക് പെട്ടെന്ന് കാണാനും പറ്റും. പെട്ടെന്ന് എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ റൂമിൻ്റെ ജനൽ തുറന്നിട്ടാലൊക്കെ എപ്പോഴും മയിലിനെ കാണാം. അതുകൊണ്ട് ഒരു സൗണ്ട് കേൾക്കുമ്പോൾ റിച്ചിട്ട് എപ്പോഴും അവിടെ പോയി നോക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അലക്കാനുള്ള തുണി നമ്മൾ സോപ്പും പൊടിയിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അലക്കുക. അപ്പോൾ നമ്മളത് സോപ്പും പൊടിയിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. റിച്ചുട്ടൻ ഈ നേരത്തെ എണീക്കാറൊന്നുമില്ല. ഇന്നിപ്പോൾ എണീറ്റുകൊണ്ട് എല്ലാത്തിനും എൻ്റെ കൂടെ കൂടി തരുന്നുണ്ട് കേട്ടോ. ഈ സാധാരണ ഒരു 8 മണി 7:30 കഴിഞ്ഞിട്ടാണ് റിച്ചുട്ടൻ എണീക്കാറുള്ളത്. അപ്പോഴേക്കും രാജൻ്റെ കൂടിയും ചാടിക്കാൻ നേരത്തേക്ക് എന്തായാലും എണീക്കട്ടെ, അല്ലെങ്കിൽ എണീപ്പിക്കും. കാരണം ഞങ്ങൾ 3 ഒപ്പം ഇരുന്നിട്ടാണ് ചാടിക്കൽ. അപ്പോൾ ആ നേരത്തേക്ക് എന്തായാലും എണീക്കട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സോപ്പിലിട്ട് വെച്ച ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. ഇന്ന് റൂമത്തെ വീഡിയോ ഒക്കെ അലക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എടുത്തപ്പോൾ തന്നെ റിച്ചുട്ടൻ അപ്പോൾ തന്നെ അലമാര തുറന്ന് അടുത്ത വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഞാനും റിച്ചുട്ടനും കൂടിയിട്ട് വിരിക്കുകയാണേ. അങ്ങനെ നമ്മുടെ വിരിക്കലും പിന്നെ എനിക്ക് അടുക്കളയിൽ കുറച്ചുകൂടി പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാജേട്ടൻ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരും കൂടിയിട്ട് ചാടിക്കുകയാണ് പിന്നെ ചെയ്യാറ്. അത് കഴിഞ്ഞ ശേഷം രാജേട്ടൻ അങ്ങനെ പണിക്ക് പോകും കേട്ടോ. പണിക്ക് പോയതിന് ശേഷം ചാടിച്ച പാത്രം കൂടി കുറച്ചുകൂടി കഴുകുണ്ടാവും. അപ്പോൾ ചാടിച്ച പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം അവിടേക്ക് ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ തുടയ്ക്കാൻ നിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ ശേഷം നമുക്ക് തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തുടയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ തുടയ്ക്കാൻ വേണ്ടി നിന്നപ്പോൾ റിച്ചുട്ടന് ഒന്നല്ലെങ്കിൽ അവന് റൂമിൽ കളിക്കാറാണ് പതിവ്. ഇപ്പോൾ കുറച്ച് നേരത്തെ വണ്ടിയും കൊണ്ട് റൂമിൽ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇനി നമ്മൾ തുടയ്ക്കട്ടെ പറഞ്ഞപ്പോൾ കുട്ടി JCB കൊണ്ട് മുറ്റത്തേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇമ്മർത്തിരുന്നുകൊണ്ട് അതിന് അവിടെ കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തുടച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ നമ്മുടെ തുടയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അലക്കാനായിട്ടാണ് പോയത്. അപ്പോൾ അലക്കാൻ പോയിട്ട് റിച്ചു ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ റിച്ചുവിന് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞ ശേഷം അവനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാറാണ് പതിവ്. പിന്നെ അവൻ്റെ കുളിക്കലും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങനെ റൂമിലോട്ട് കയറും കേട്ടോ.
അപ്പോൾ നമ്മുടെ റിച്ചൂട്ടിന് അങ്ങനെ കുളിച്ച് സുന്ദരനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ റിച്ചൂട്ടിന് ഇപ്പോൾ ഒരു ഏകദേശം 10 മണി 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ അവന് പാലും മുട്ടയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മുട്ടയും പുഴുങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അവന് പാല് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം രാവിലെ താഴത്തുനിന്ന് പാലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാച്ചിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പാലിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ റസ്ക് ഉണ്ടായിരുന്നു. അല്ല വേറെ ഒന്നും ഇപ്പോൾ കഴിക്കാൻ ഇനി എല്ലാ വെറും പാല് കുടിക്കാറാണ് പതിവ്. അപ്പോൾ റസ്ക് ഉണ്ടായപ്പോൾ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതും കൂടി കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.